അടച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ ഈ കർത്താവ്, ഈ യേശു വന്നാൽ അത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് കണ്ട് യേശുവിനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് she opened her home to him. അവന് വേണ്ടി വീട് തുറന്നു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. യേശുവിനെ ആ വീട്ടിലേക്ക് അവൾ കൈക്കൊണ്ടു. സമൃദ്ധിയുള്ള വീടല്ല, ഒരു വ്യാധി തകർത്തു അടുത്തൊന്നിനെ നോട്ടം വെച്ചിരിക്കുന്ന ആ വീട്ടിനകത്തേക്ക് എന്റെ യേശുവിനെ അവൾ സ്വീകരിച്ചു. മാർത്ത ജീവിതത്തിൽ എടുത്ത എല്ലാം നല്ല തീരുമാനങ്ങളാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അപ്പോൾ അവൾ എടുത്ത തീരുമാനം, അവൾ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ മറ്റാരോടും അനുവാദം ചോദിക്കാതെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം തുറന്നു കൊടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമെങ്കിൽ അതാണ് അവൻ എടുക്കുന്ന ഏറ്റവും മനോഹരവും ശ്രേഷ്ഠവും അനുഗ്രഹകരവുമായ തീരുമാനം. ആ വീട്ടിലേക്ക് യേശുവിനെ അവൾ കൈക്കൊണ്ടു. ആ വീട്ടിൽ എന്റെ യേശു കയറി വരിക. നമുക്കറിയാം, യേശുവിന്റെ വരവ് തനിച്ചല്ല, യേശുവിനോടൊപ്പം ഒത്തിരി പേരുണ്ട്. കാരണം അന്നത്തെ കാലത്ത് 400 വർഷമായി ദൈവശബ്ദങ്ങളൊന്നും കേൾക്കാത്ത, ദൈവശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആ കാലത്ത്, ആ ഇടത്ത് യേശുവിന്റെ വാക്കുകളും യേശുവിന്റെ പ്രവൃത്തികളും വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാക്കി. അതുകൊണ്ട് അവരെല്ലാവരും തന്നെ യേശുവിന്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ആ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ കാണുന്നു, യേശുവിന്റെ വരവറിഞ്ഞതും ആ വീട്ടിലെ ലാസർ എന്ന ചെറുപ്പക്കാരൻ പുറകിലത്തെ വാതിൽ വരി രക്ഷപ്പെട്ടു. കാരണം യേശു ആദ്യം വരുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. 2, മാർത്ത കിച്ചണിനകത്തോട്ട് പോയി വന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന ചിന്തയിൽ. മറിയ എന്ന് പറയുന്ന ഒരു സഹോദരി യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. യേശുവിന്റെ പ്രസംഗങ്ങൾ അവൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. യേശുവിന്റെ ഉപദേശങ്ങൾ അവൾ നന്നായി ഗ്രഹിക്കുന്നു. യേശു പറയുന്നത് ആണ്ടുവിട മാറാതെ അവൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, യേശു എന്താ പറയുന്നേ, യേശു എന്താ പ്രവർത്തിക്കുന്നേ, യേശു എന്താണ് ഉപദേശിക്കുന്നത്, എല്ലാം അവൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, മാർത്ത അപ്പോൾ മാനസാന്തരപ്പെട്ടുവോ? ഏതോ ഒരു പ്രസംഗത്തിൽ മാർത്ത ദൈവത്തെ കണ്ടു, കർത്താവിന് വേണ്ടി വീട് തുറന്നു കൊടുത്തു. മറിയ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് നമ്മളുടെ ആവശ്യം തെരഞ്ഞെടുത്തു എന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, പ്രസംഗം കേൾക്കുകയും കൈയടിക്കുകയും ഹല്ലേലൂയ പറയുകയും ആരും ഇല്ലാത്തപ്പോഴും ഒറ്റയ്ക്ക് യേശുവിന് വേണ്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ആ പെൺകുട്ടി വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടോ ആ ഭവനത്തിലെ ശുശ്രൂഷയിൽ? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ചോദ്യം നിലനിൽക്കട്ടെ. ശ്രദ്ധിക്കണം, കുറെ കഴിഞ്ഞപ്പോ അടുക്കളയിൽ നിന്നുകൊണ്ടൊരു ശബ്ദം, ഗുരുവേ, നീ അവളെ ഞങ്ങളുടെ അടുത്തോട്ട് ഒന്ന് അയക്കണം. നിങ്ങൾക്കറിയാമോ,
യേശു പറയുന്നു, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തു. കർത്താവ് നല്ല കാര്യമാണ് അവളെ കുറിച്ച് പറയുന്നത്. പക്ഷെ എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, കർത്താവ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ മാനസാന്തരപ്പെട്ടുവോ? ഇതാണ് എന്റെ ചോദ്യം. നിൽക്കട്ടെ. കുറെ ദിവസം കഴിഞ്ഞ് യേശു തന്റെ ശുശ്രൂഷയുടെ യാത്രയിൽ മറ്റു ചില പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും യാത്ര ചെയ്യുന്നു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ദൂതൻ വഴി യേശുവിനെ അറിയിക്കുന്നു, നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ബേഥാന്യയിലെ ആ വീട്ടിൽ ലാസർ എന്ന ചെറുപ്പക്കാരൻ ധീനമായി കിടക്കുന്നു. ആ സഹോദരിമാരുടെ മുഖത്ത് നിങ്ങൾ നോക്കിയാൽ അന്താളിപ്പുണ്ട്, ഭയമുണ്ട്. കാരണം ഒരിക്കലൊരു വ്യാധിയായിരിക്കാം അമ്മയപ്പന്മാരെ ആ സഹോദരിമാരിൽ നിന്ന് വേർപെടുത്തിയത്. അതുപോലൊരു രോഗം വീണ്ടും ആവർത്തിക്കപ്പെട്ടു വന്ന് തന്റെ കൂടപ്പുറപ്പ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ താങ്ങാൻ കഴിയാത്ത വേദന ആ സ്ത്രീകൾക്ക്, ആ പെൺകുട്ടികൾക്കുണ്ടാവും. അവർ നോക്കി, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ വൈദ്യന്മാരെക്കാൾ, ഞങ്ങൾക്ക് ചെന്നെത്താൻ മനുഷ്യരെക്കാൾ ഏറ്റവും നല്ലത്, ഞങ്ങൾക്ക് ചെന്ന് കാണാൻ പറ്റുന്നത്, ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത് ഒരേ ഒരു വ്യക്തിയാണ്, നസ്രായനായ യേശു. അതുകൊണ്ട് അവർ ചിലരെ അറിയിച്ചു, യേശുവിനോട് എത്രയും വേഗം ഞങ്ങളുടെ ഭവനം വരെ വരണമെന്ന് ആവശ്യപ്പെടാനായി അറിയിച്ചു. കർത്താവ് ഒരിക്കൽ അന്വേഷിച്ചു വന്നപ്പോൾ യേശുവിന് വേണ്ടി സമയം ചെലവഴിക്കാത്തവന് വേണ്ടി കർത്താവും കുറച്ച് വൈകിയേ പ്രവർത്തിക്കുകയുള്ളൂ. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കർത്താവ് ചെയ്തോളുവെന്നാണ്. നിന്റെ മനോഭാവം എങ്ങനെയോ അങ്ങനെ മാത്രമേ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കൂ. നീ അടുത്ത് ചെന്നാൽ ദൈവം അടുത്തു വരും. നീ വിതയ്ക്കുന്നതേ കൊയ്യാൻ കഴിയൂ. നീ എന്താണ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, നാമധേയ ക്രൈസ്തവരെ പോലെ നാം ഒരു കടമയ്ക്ക് വേണ്ടി ആലയത്തിൽ വന്നിരുന്ന് ഒരു പ്രസംഗം കേട്ട് സന്തോഷത്തോടെ കടന്നുപോയത് കൊണ്ട് ജീവിതത്തിനകത്ത് നന്മ പ്രാപിക്കാൻ കഴിയില്ല. 24 മണിക്കൂറും സാത്താന്യ സൈന്യം ദൈവമക്കളുടെ അനുഗ്രഹത്തെ തടഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ അത് തിരിച്ചറിഞ്ഞ സ്തോത്രം ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരുന്നു. 21-ാം ദിവസം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വന്ന് പടവെട്ടിയാണ് ആ നന്മ കരങ്ങളിൽ ലഭ്യമായതെങ്കിൽ ഈ തലമുറയോട് ഞാൻ പറയുന്നു, നിനക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വേണമോ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ സേവിച്ചേ മതിയാകും. ഇല്ലാത്ത പക്ഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിച്ച് ചീർത്തു പോകാം എന്നല്ലാതെ അതിന്റെ പിന്നിൽ നമുക്കൊന്നും നേടിയെടുക്കാനായിട്ട് കഴിയുകയില്ല. 1-ാം തവണ അറിയിച്ചു, 2-ാം തവണ അറിയിച്ചു, പിന്നെ മരണവാർത്ത അറിയിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് പരാജയമെന്നല്ല, അത് നാശത്തിലേക്ക് കലാശിക്കും. ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാൽ കർത്താവ് ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ, മലയാള സിനിമയിൽ മുൻനിരയിൽ നിന്ന് അഭിനയിക്കുന്ന, ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഏകദേശം 10-12 വർഷങ്ങളായി ആ കുടുംബവുമായി ഒരു നല്ല ബന്ധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവന്റെ അമ്മയപ്പന്മാർ തികഞ്ഞ ദൈവ വിശ്വാസികളാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബം. ഒരു ദിവസം ആ ഭവനത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ ആ പെൺകുട്ടി
എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ബൈബിൾ ഇഷ്ടമാണ്, യേശുവിനെ ഇഷ്ടമാണ്, നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നിങ്ങളെപ്പോലൊരു വിശ്വാസിയായി തീരാൻ താല്പര്യമില്ല. ലോകം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ലോകം എത്ര വലുതായാലും, ജീവിതത്തിൽ എത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും, എത്രയൊക്കെ മനുഷ്യൻ ഉയർന്നാലും, ഉയരും തോറും ദൈവത്തെ മുറുകെ പിടിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിച്ചു. കാരണം തർക്കിക്കാനും വാദിക്കാനും പരിശ്രമിക്കുന്നവരോട് നമ്മൾ തർക്കിക്കാനും വാദിക്കാനും പോയതുകൊണ്ട് അവിടെ കയ്പ് വർദ്ധിക്കും എന്നല്ലാതെ അവിടെ ഒരു വ്യക്തി വിടുവിക്കപ്പെടുകയില്ല. ഏകദേശം കുറെ നാളുകൾ കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട മാതാവ് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. ആ പ്രിയപ്പെട്ടവളെ ഞാൻ കാണുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ ഇന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവളുടെ ജീവിതം ഇനി എത്ര കാലം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന അനുഭവങ്ങളിലാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ തയ്യാറാകുന്നുണ്ടോ? ആ അമ്മ വേദനയോടെ പറയുന്നു, ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അവളെ വിടുവിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ഇന്നും ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അവൾ തയ്യാറല്ല. ഒരു 2 ദിവസത്തിന് മുമ്പ് എനിക്കറിയാനായിട്ട് കഴിഞ്ഞൊരു കാര്യം, ആ പെൺകുട്ടി രോഗക്കിടക്കയിലായി. വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലങ്ങളായി വാങ്ങിയിട്ടുണ്ട്. പല സിനിമകളും മുടങ്ങിക്കിടക്കുക, പൈസ തിരിച്ചു കൊടുക്കണം. ആ കുടുംബം ആശങ്കയില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കാതെ ഇതിനകത്ത് പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ ആരോടാ മസിൽ പിടിക്കുന്നേ? നമ്മൾ ആരോടാ എതിർത്ത് നിൽക്കുന്നേ? നമ്മൾ ആരോടാ പോരാടുന്നത്? സർവശക്തനായ ദൈവത്തോട് പോരാടിയിട്ട് ഒരു മനുഷ്യനും ഇന്നുവരെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ അത് പരാജയത്തിലേക്ക് കലാശിക്കൂ. അതാണ് ലാസറിന്റെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ 4 ദിവസം കഴിഞ്ഞു, യേശു അവിടേക്ക് വന്നു. നമുക്കറിയാം, 4 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരം അഴുകി തുടങ്ങും, വയറ് വീർത്ത് പൊട്ടും, നഖങ്ങൾ ഇളകി തുടങ്ങും. അങ്ങനെ പല മാറ്റങ്ങൾ ശരീരത്തിനകത്ത് ഉണ്ടായി തുടങ്ങും. അസ്ഥി ബന്ധം വിടാൻ തുടങ്ങും. പല കാര്യങ്ങൾ നടക്കും. വൈറസുകൾ അകത്ത് വളരെ വേഗത്തിൽ പെറ്റുപെരുകും. ശരീരം അഴുകി തുടങ്ങും. അത് പെട്ടെന്ന് തന്നെ വേർപെടാനായിട്ട് ആരംഭിക്കും. രക്തം കട്ട പിടിച്ചു പോയി. അങ്ങനെയുള്ള വല്ലാത്ത സാഹചര്യത്തിനകത്ത് യേശു അവിടെ വന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവനെ വെച്ചത് എവിടെ? കാട്ടിക്കൊടുക്കുമ്പോൾ കല്ല് മാറ്റുവാൻ, വായ്ക്കലിരിക്കുന്ന കല്ല് നീക്കുവാൻ കർത്താവ് പറയുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, വേണ്ട, നാറ്റം വെച്ചുപോയി, ചെയ്യണ്ട. എന്നാൽ യേശു കർത്താവ് ആ കല്ലറയെ നോക്കി വിളിച്ചു പറയുന്നു, ലാസറേ, നീ പുറത്തു വരിക. നമുക്കറിയാം, യഹൂദന്റെ ഒരു കല്ലറയിൽ 1-ലധികം വ്യക്തികളുണ്ട്. കുടുംബ കല്ലറകൾക്കകത്ത് കുറഞ്ഞത് 8 പേരെ വെക്കാൻ പറ്റും. അതിനകത്ത് പലരും ഉണ്ടായിരിക്കും. ആ കല്ലറയ്ക്കകത്ത് അകപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും, നിനക്ക് മുമ്പേ അകപ്പെട്ടവരെ പോലെ നീയുമായല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്ക്,
പ്രശ്നം മൂർച്ഛിക്കുന്നതിന് മുമ്പേ ബുദ്ധിമതിയായ തന്റെ സഹോദരി യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു. യേശുവുമായി ബന്ധമുണ്ടാക്കി. ക്രിസ്തു കാലുവെച്ച ഭവനമാണ്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ക്രിസ്തുവുമായൊരു ബന്ധം നിനക്ക് ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും നിന്നെ അതിനകത്തുനിന്ന് വിടുവിക്കാൻ എന്റെ ദൈവ ശക്തനാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നിങ്ങളത് വിശ്വസിക്കുക. സർവശക്തനായ ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാനായിട്ട് കഴിയും. തിരുവനന്തപുരം പട്ടണത്തിൽ 4 മക്കൾ ഒരമ്മയെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കി. അമ്മയുടെ 2 മക്കൾ എമിഗ്രേഷൻ ഓഫീസേഴ്സ് ആണ്. 2 മക്കൾ. മറ്റ് 2 മക്കൾ അഡ്വക്കേറ്റുമാരാണ്. സേലം എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ജനിച്ചെങ്കിലും മലയാളികളാണ്. അവർ തിരിച്ച് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ അടുക്കൽ അവർ താമസിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ആരാധിക്കുന്ന ഒരു കുടുംബം. ഒരു ദിവസം ആ മക്കളിൽ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പാൻക്രിയാസിന്റെ ബോർഡർ ലൈനിൽ ക്യാൻസർ എന്ന വ്യാധി ആ അമ്മയെ പിടിച്ചിരിക്കുന്നു. നല്ല ആരോഗ്യവതിയായ ആ പ്രിയപ്പെട്ടവൾ അസ്ഥിക്കോലമായി ആ കിടക്കയിൽ കിടക്കുന്നു. പക്ഷെ മക്കൾ കണ്ണിലുണ്ണി പോലെ ആ അമ്മയെ നോക്കുക, ഒന്നിനും കുറവില്ലാതെ. ചില ദിവസങ്ങൾ അവിടെ ചില പ്രാർത്ഥനകൾ ക്രമീകരിച്ചു. അവസാനം അവർ പറഞ്ഞു, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സേലത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്, പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ടേക്ക് അയച്ചു. കൊണ്ടുപോകുന്ന സമയത്തിന് അവിടെ ഇളയ മകൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് യേശു ഞങ്ങളെ കൈവിടില്ല എന്ന്. ഏകദേശം 3-4 വർഷം കഴിഞ്ഞ് എനിക്ക് വീണ്ടും ആ പ്രിയപ്പെട്ടവരെ അവർ ആയിരിക്കുന്നിടത്ത് വെച്ച് കണ്ടുമുട്ടാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അമ്മയുടെ വിശേഷം ചോദിക്കാൻ മനസ്സിനകത്തൊരു വലിയ വേദനയുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ അങ്ങനെ ഇരിക്കുക കുറച്ച് സമയം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാപ്പിയും ഇട്ടുകൊണ്ട് ആ അമ്മ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ചോദിച്ചു, ആൻറ്റി സുഖമായിരിക്കുന്നോ, എന്തുകൊണ്ട് വിശേഷം? അവർ പറഞ്ഞു, സാധാരണ പാൻക്രിയാസിന്റെ ബോർഡർ ലൈനിൽ ക്യാൻസർ വന്നാൽ മരണം ഉറപ്പാ, പക്ഷേ എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്രയും ദയനീയമായ ഹല്ലേലൂയ കേട്ട് കാണത്തില്ല. ശ്രദ്ധിച്ചേ, ഞാൻ ആ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു ദൈവപ്രവൃത്തി ഉണ്ടായത്? ആ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ പ്രാണനെ നീ എടുക്കണം. എന്റെ മക്കൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ. ഈ വേദനയും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്റെ പ്രാണനെ എടുക്കണം. അർദ്ധരാത്രിയിൽ എപ്പോഴോ ഉണർന്നപ്പോഴത്തേനും ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പുള്ളിക്കാരത്തി പറയുന്ന റൂം മുഴുവനും വെളിച്ചമാണ്. അപ്പൊ കൈ നീട്ടി ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലൈറ്റിന്റെ വെളിച്ചമാണെന്ന് ചിന്തിച്ചിട്ട് അതിന്റെ നടുവിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. മരണമെന്ന അവസാനത്തെ ശത്രു പിടിക്കാൻ വാതുക്കം മുട്ടുമ്പോൾ പുനരുത്ഥാനവും ജീവനുമായ യേശു ആ 66 വയസ്സ് പ്രായമുള്ള വയോവൃദ്ധയുടെ അടുക്കൽ നിന്നിട്ട് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. നേരം പുലരാൻ 2-3 മണിക്കൂറുകൾ
മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പുലർന്നു കഴിഞ്ഞപ്പോൾ മക്കളോട് പറഞ്ഞു, വിശക്കുന്നു, ഭക്ഷണം വേണം. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കുടുംബമായതുകൊണ്ട് ബന്ധുമിത്രാദികൾ പറഞ്ഞു, ഭക്ഷണം ചോദിക്കുന്നത് കഴിച്ചിട്ട് മരിക്കാനായിരിക്കും, വേഗം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ പ്രിയപ്പെട്ടവളെ ദൈവം സൗഖ്യമാക്കി. ഇന്ന് രാത്രി ദൈവസഭയോട് ഞാൻ പറയുന്നു, നീ വിശ്വസിക്കാൻ തയ്യാറെങ്കിൽ നീ ചിന്തിക്കാത്ത വാതിൽ തുറന്ന് നിന്നെ വഴി നടത്താൻ ദൈവം വിശ്വസ്തനാണ്. ഏതോ ഒരു പ്രസംഗത്തിൽ മാർത്ത മാനസാന്തരപ്പെട്ടു. മരണകരമായ രോഗത്ത് നിന്ന് പുറത്തു വന്നതോടുകൂടി ലാസറും ദൈവപക്ഷത്തായി. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു, ആ സഹോദരൻ പിന്നത്തേതിൽ യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നു, യേശുവിനോടൊപ്പം പന്തിക്കിരിക്കുന്നു, യേശുവിനോടൊപ്പം യാത്ര ചെയ്യുന്നു, യേശുവിനോടൊപ്പം സകലതും ചെയ്ത് ജീവിക്കുകയാണ്. അതിനകത്തുനിന്നൊരു കാര്യം മനസ്സിലായി, സൗഖ്യം പ്രാപിച്ചതോടെ അവൻ കർത്താവിന്റെ പക്ഷക്കാരനായി മാറി. നമുക്കറിയാം, ബൈബിളിൽ പലരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ വചനത്തിനകത്ത് വായിക്കുന്നു, അവനെ ആലയത്തിൽ വെച്ച് കണ്ടു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇവനെയും കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ ഇവൻ യേശുവിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അവനും ഒരു വലിയ മാറ്റമുണ്ടായി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ വീട്ടിൽ ദുരൂഹതകളോടെ വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ അവശേഷിക്കുന്ന ഒരു വ്യക്തിയാണ് മറിയ. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു പേരാണ് മറിയ. എബ്രായ ഭാഷയിൽ മിരിയാം എന്നും ഗ്രീക്ക് ഭാഷയിൽ മറിയ എന്നും ഒക്കെ വിളിക്കുന്ന വിളിപ്പേരുള്ള ആ പദം, ആ പെൺകുട്ടിക്ക് ഒരു മാറ്റമുണ്ടായോ? നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിളിൽ മർക്കോസ് വിശേഷം 14-ാം അധ്യായം, മർക്കോസ് വിശേഷം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ശ്രദ്ധിച്ചേ, പെസഹയ്ക്ക് 6 ദിവസം മുൻപ് യേശു ബഥാനിയിൽ വന്നു. ഇനി പെസഹയ്ക്ക് 2 ദിവസമേ ഉള്ളൂ. 4 ദിവസം കഴിഞ്ഞു. 2 ദിവസം. 3-ാം വാക്യം വായിച്ചേ, 14-ാം അധ്യായം
ഞാനിരിക്കുന്ന എന്നെ, മരണകരമായ രോഗത്തിൽ കിടന്ന എന്നെ എന്റെ യേശു സൗഖ്യമാക്കി എന്ന് പറയാനാണ് കുഷ്ഠരോഗിയായ ശിമോൻ അവിടെ ഒരു പന്തി ഭോജനം തയ്യാറാക്കിയത്. ആ വീട്ടിൽ മരണത്തിന്റെ അപ്പുറം കല്ലറയിൽ അകപ്പെട്ടുപോയ ഒരു മനുഷ്യനെ വിടുവിച്ച വിവരവും പറയാൻ ലാസർ എന്ന വ്യക്തിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം പ്രാപിച്ച അനവധി നിരവധി വ്യക്തികൾ ആ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. അവരുടെ നടുവിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ വെങ്കൽ ഭരണി സ്തോത്രം തൈലവുമായി അവിടേക്ക് വന്നു. നിങ്ങളിലേറെ പേരും തമിഴ് ബൈബിൾ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വച്ഛം എന്ന് പറഞ്ഞാൽ പ്യുവർ, ജഡമാംസി എന്ന് പറഞ്ഞാൽ തൈലത്തിന്റെ പേര്. പ്യുവറായ 100% വെർജിനായ ഒരു തൈലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് അവിടെ മാത്രമല്ല, ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് അത് വാങ്ങുവാനായിട്ട് കഴിയും. വെറും 10 ml നിങ്ങൾ വാങ്ങുവാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഏറെക്കുറെ 3.25 ലക്ഷത്തോളം രൂപ വില വരുന്ന തൈലമാണ് ഈ സ്വച്ഛ ജഡമാംസി തൈലമെന്ന് വിശുദ്ധ ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ തൈലം. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് ഇത്രയും വിലയുണ്ടാകാനായിട്ട് കാരണം? ഒന്ന്, അതിന്റെ ലഭ്യത കുറവ്. 2, അതിന്റെ ഉപയോഗം. എന്തിനാണെന്നറിയാമോ? രാജാക്കന്മാരുടെ അരമനകളിലും പ്രഭുക്കന്മാരുടെ അന്തഃപുരത്തിലും വേശ്യാമാരുടെ സഞ്ചിക്കകത്തും മാത്രമേ ഈ തൈലം കാണുകയുള്ളൂ. ഹ്യൂമൻ ബോഡിയെ സെക്ഷുവൽ ആക്ഷന് വേണ്ടി ക്വിക്കായി പ്രിപ്പയർ ചെയ്യുക എന്ന ഏക ദൗത്യമാണ് ആ തൈലത്തിനുള്ളത്. അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്ന തൈലത്തെ കുറിച്ച് വിശകലനങ്ങൾ പറയുമ്പോൾ യൂദ പറയുന്നുണ്ട് 300 വെള്ളിക്കാശിന് അത് വിൽക്കാം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കണക്ക് കൂട്ടിയാൽ ഏറെക്കുറെ 14 തലമുറകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് അത്രയും ക്വാണ്ടിറ്റി അവളുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ ആരാണ്? ശീമോൻ ആ സ്ത്രീയെ നോക്കി പറയുന്നു, യേശു കർത്താവ് ഇവൾ ആരെന്നറിഞ്ഞിരുന്നെങ്കിൽ തന്നെ തൊടാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. മറ്റൊരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പട്ടണത്തിൽ പാപിയായ സ്ത്രീ എന്ന്. അങ്ങനെയെങ്കിൽ ഈ തൈലവും ആ പെൺകുട്ടിയെയും ഒക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ വ്യഭിചാര കർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ എന്ന് നമുക്ക് ബോധ്യമായി വരുന്നുണ്ട്. ഇനി നമുക്കറിയണം ഇതാരാണ്. വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 11:1. അവളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അടുത്ത തിരുവെഴുത്തുകൾ വായിച്ചു നോക്ക്. യേശു കർത്താവ് ആ സ്ത്രീയെ നോക്കി പറയുന്ന ഒരു പദമുണ്ട്, സ്ത്രീയെ നിന്റെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അകത്തെ മുറിയിലേക്ക് മാർത്ത കയറിപ്പോയപ്പോഴും ലാസർ
പ്രത്യക്ഷപ്പെട്ടപ്പോഴും തന്റെ മുന്നിലിരുന്ന് കൈതട്ടിയും പാടിയും സ്തോത്രം പറഞ്ഞും ഒക്കെ ഇരുന്ന് മറിയയെ നോക്കി യേശു പറഞ്ഞത്, നീ നല്ല അംശം തെരഞ്ഞെടുത്തു എന്ന, അല്ലാതെ നിന്റെ പാപം മോചിച്ചു എന്നല്ല. പാപമോചനം നടന്നത്, രക്ഷിപ്പ് നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ പെസഹയ്ക്ക് വെറും 2 ദിവസം ബാക്കിയുള്ളപ്പോഴാ. ഇനി നിങ്ങൾ പറ, എന്തിന് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ബേഥാനിയിലെത്തി? യെരൂശലേമിൽ പോകരുതോ? ബെത്സയിദയിൽ പോകാൻ പാടില്ലായോ? കബർനാഹൂമിൽ ഇരുന്നുകൂടായോ? ചെയ്യാം. പക്ഷേ ആ ബേഥാന്യയിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പാപത്തെ വിട്ടുവിടാൻ കഴിയാതെ, പാപത്തെ ഉപേക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുന്നൊരു സ്ത്രീയുണ്ട്. അവൾ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും അവളുടെ മുറിക്കകത്ത്, അറയ്ക്കകത്ത് ഈ തൈലം ഭദ്രമായി വെച്ചിട്ടുണ്ട്. ലാസർ എന്ന ചെറുപ്പക്കാരൻ ആ വീട്ടിനകത്ത് മരിച്ചു കിടക്കുമ്പോഴും ആ വീട്ടിനകത്ത് ഈ തൈലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പെസഹയ്ക്ക് വെറും 2 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആ തൈലം അവൾ പൊട്ടിച്ച് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചിട്ട് ഇനി എനിക്ക് പാപ ജീവിതം വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒത്തിരി കാലങ്ങളായി രക്ഷിക്കപ്പെട്ട്, ഒത്തിരി കാലങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന, കൃപാവരങ്ങളിൽ നിൽക്കുന്ന, ശുശ്രൂഷകളിൽ നിൽക്കുന്ന പലരോട് ഞാൻ പറയുന്നു, രഹസ്യമായി കൊണ്ടു നടക്കുന്ന പാപത്തിന്റെ ഭണ്ഡാരങ്ങള് ഇന്ന് രാത്രി ദൈവത്തിന് മുമ്പിൽ പൊട്ടിച്ച് കളയുന്നില്ലെങ്കിൽ നാം നിത്യത അവകാശമാക്കയില്ല. രാത്രി രഹസ്യ പാപങ്ങളെ ദൈവം കാണുന്നു. എല്ലാവരും ചോദിക്കുന്നു, യേശു സ്നേഹിച്ച വീട്ടിൽ എന്താ മരണം? യേശു വരുന്ന വീട്ടിൽ എന്താ ഈ അനർത്ഥമുണ്ടായത്? പുറം ലോകത്തിന് അറിയില്ല. എന്റെ യേശു ഒരുവനെ പരസ്യക്കോലമാക്കുന്ന ദൈവമല്ല. യേശുവിന് വേണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ മറിയയുടെ മുഖത്ത് നോക്കി പറയാമായിരുന്നു, നിന്റെ കിടക്കറയിൽ മാറ്റിവെച്ചിരിക്കുന്ന തൈലം കൊണ്ടുവാ എന്ന് കർത്താവിന് പറയാമായിരുന്നു. അവിടെ ഒരു പ്രവാചകനാണ്, തെളിയിക്കാമായിരുന്നു. എന്റെ യേശു തല്ലി പഴിപ്പിക്കുന്ന സ്വഭാവം എന്റെ യേശുവിനില്ല. പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും കണ്ണുരുട്ടി കാണിച്ചും കയ്യും കാലും ഒടിക്കുമെന്ന് പറഞ്ഞൊന്നും യേശു ആരെയും സ്വർഗത്ത് കൊണ്ടുപോവില്ല. നിന്നെ ഉപദേശിക്കും, ശരിയായ വഴി നീ തെരഞ്ഞെടുക്കണം, നല്ലത് തെരഞ്ഞെടുത്താൽ. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ അനുഗ്രഹവും ശാപവും മുന്നിൽ വെച്ചിട്ട് യേശു പറഞ്ഞത്, ഇത് അനുസരിച്ചാൽ ഞാൻ ഇത് തരാം, ഇത് നീ വിട്ടാൽ ഇതായിരിക്കും എന്റെ ഫലം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേത്, തെരഞ്ഞെടുപ്പ് എന്റേത്, തെരഞ്ഞെടുപ്പ് നമ്മുടേത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്ന പോലൊരു പ്രസംഗമാണ് എന്ന് നിങ്ങൾ ഇതിനെ വിലയിരുത്താതെ ശേഷിക്കുന്ന സമയം ദൈവസന്നിധിയിൽ ഒന്ന് തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ പാപ സ്വഭാവത്തെ ഉണരാൻ, എൻ്റെ പാപത്തെ
ഞാൻ നിങ്ങളോട് പറയാം, തിരുവെഴുത്തിന്റെ മുമ്പിൽ ഇന്നലകളെ താൻ ഒരിക്കാതെ, പാപത്തിന്റെ സുഖങ്ങളിൽ നുകർന്ന് ജീവിക്കാതെ, ഇന്ന് രാത്രി നീ ദൈവത്തോട് പറ, കർത്താവേ, നിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ ഞാൻ തയ്യാറാണ്. നിന്റെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണ്. ആ മുടിയനായ പുത്രന്റെ മടങ്ങി വരവിന് വേണ്ടി ഇരു കരങ്ങളും നീട്ടി കാത്തിരിക്കുന്ന നമ്മുടെ സർവശക്തനായ ദൈവത്തെ ഇന്ന് രാത്രി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നു, ഈ രാത്രിയിലെ യോഗം സ്വർഗം പ്രസാദിച്ച ആരാധനയായി മാറും. നമുക്ക് പലർക്കും കുറവുകളുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാനോ ഇരുന്ന് കേൾക്കുന്ന നിങ്ങളോ ഇവിടെയുള്ള ആരും തന്നെ കുറവുകളില്ലാത്തവരല്ല. നമ്മെ പിന്തുടരുന്ന ചില രഹസ്യ പാപങ്ങളുണ്ട്. നമ്മൾ ചിലതിലൊക്കെ വീണ് കിടക്കുകയാണ്. ഇന്ന് രാത്രി അതിനകത്തുനിന്ന് തിരിച്ചു കയറണം. ഈ ഒന്നാമത്തെ രാത്രി ഒരു ശുദ്ധീകരണം നമ്മിൽ നടന്നേ മതിയാകും. ദൈവത്തിന് എന്തെങ്കിലും നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ സഭയോട് പറയുന്നു, നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടാവണം. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ ഹൃദയങ്ങളെ നാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തോട് പറഞ്ഞേ, കർത്താവേ, എൻ്റെ കുറവുകൾ നിന്റെ കരങ്ങളിൽ തരുന്നു. എന്നോട് ഇന്ന് രാത്രി നീ ക്ഷമിക്കണം. ഒരുവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാണ്, അവൻ അസത്യവാദിയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തോട് പറയാമോ, ദൈവമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ പാപത്തിൽ വീണുപോയി. ഈ രാത്രി എന്നെ ശുദ്ധീകരിക്കണം. ഈ രാത്രി പാപത്തിൽ നിന്ന് കരകയറാൻ എന്നെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രി നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ദൈവം പകരാനിരിക്കുന്ന അനുഗ്രഹം ദൈവം നിശ്ചയമായി നിങ്ങൾക്ക് പകർന്നു നൽകും. ഞാൻ നിങ്ങളോട് പറയാം, ദൈവിക അനുഗ്രഹം നമുക്ക് വേണമോ, നാം ഒരുങ്ങപ്പെട്ടേ മതിയാകും. ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിയാതെ ഏലിയാവിന്റെ മുമ്പിൽ തീ ഇറങ്ങില്ല. പണിയപ്പെടേണ്ടത് പണിയപ്പെട്ടേ ഓക്കൂ. നീ യാഗം കഴിക്കാൻ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ കൊണ്ടുവരുന്ന സാധനങ്ങൾ അവിടെ വെച്ചിട്ട് നീ സഹോദരനോട് നിരപ്പ് പ്രാപിച്ചിട്ടേ നീ യാഗം കഴിക്കാവൂ എന്ന് പഠിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ഇന്ന് ഈ രാത്രിയിൽ കുറവുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് അവന്റെ പാദപീഠത്തോട് അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ. അത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കാമോ? നാവുകൾ തുറന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയരട്ടെ. ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണല്ലോ. എന്നോട് പൊറുക്കണമേ കർത്താവേ. കയറാൻ എനിക്ക് താല്പര്യമുണ്ട്. 38 വർഷമായി കിടക്കുന്നവൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ ചെല്ലുമ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ ഇറങ്ങിക്കഴിയുന്നു. ഇതുപോലെ പലപ്പോഴും തന്നെ ഉയരാൻ നമ്മൾ നോക്കുന്നുണ്ട്, തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും പറ്റാറില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറഞ്ഞേ, എന്റെ പാപമുള്ള ശരീരത്തെ, പാപമുള്ള ഹൃദയത്തെ, പാപചിന്തകളെ, പാപ ഇച്ഛകളെ അങ്ങയുടെ കരകളിൽ തരുന്നു. എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, എന്നെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ നൽകിടുന്നു കർത്താവേ. സമ്പൂർണമായി സമർപ്പിക്കുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ തന്നെ ഇതാ തരുന്നു. എന്നെ നീ പണിയണമേ, എന്നെ നീ പണിയണമേ, എന്നെ നീ പണിയണമേ. എല്ലാ നാവുകളും തുറന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എല്ലാ നാവുകളും ദൈവസന്നിധി സ്തോത്രം
സ്തോത്രം പറഞ്ഞേ. വാതിലുകൾ സ്വർഗം തുറക്കട്ടെ, വഴികൾ ദൈവം തുറക്കട്ടെ, പാതകൾ ദൈവം തുറക്കട്ടെ, അത്ഭുതത്തിന്റെ പ്രവർത്തികൾ ദൈവം ചെയ്യട്ടെ, അടയാളങ്ങൾ ദൈവം ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വലിയ വിടുതലുകളെ പകരാൻ, സഭയ്ക്കകത്ത് ചില മാറ്റങ്ങൾ ഒരുക്കുവാൻ, സഭയ്ക്കകത്ത് ചില ചലനങ്ങൾ ഒരുക്കാൻ എന്റെ ദൈവം ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ കാര്യമേ വേണ്ടൂ, നീ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യത്തെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി അവന്റെ മഹനീയതയെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ, ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിപ്പാൻ ഇടയാകേണ്ടതിനായി ദൈവത്തോട് പറഞ്ഞേ, ഞാൻ കൊണ്ടു നടക്കുന്ന പാപത്തെ, ഞാൻ താലോലിക്കുന്ന പാപത്തെ, ഞാൻ ഉപയോഗിക്കുന്ന പാപ സ്വഭാവ ചിന്തകളെ ഇപ്പോൾ ഉടയ്ക്കുകയാണ്. അങ്ങനെ പാദപീഠത്തിലേക്ക് ഇറക്കി വെക്കുന്നു. എന്റെ കണ്ണ് കരയുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥ ഹൃദയത്തോടെ പറയാമോ? തിരുകരത്താൽ താങ്ങി എന്നെ തിരുച്ചിത്തം